ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മേടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അമ്മമ്മ ഗിഫ്റ്റ് ചെയ്യുകയാണേ. എന്നാണ് ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ ഫിഷ് ഹോളിൻ്റെ അടുത്തൊക്കെ പെറ്റ്സിൻ്റെ ഒക്കെ അടുത്തൊരു ക്രേസ് വന്നതെന്ന് എനിക്കറിയില്ല. കുറച്ചായിട്ടുള്ളൂ അവനിങ്ങനെ ഫിഷ് വേണം, അക്വേറിയം വേണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു അക്വേറിയം മേടിക്കാൻ വന്നു. പിന്നെ കുറച്ച് ഫിഷുകളൊക്കെ അന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫിഷുകൾ കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഫിഷുകളുടെ ഒരു ഭംഗിയും എല്ലാം എനിക്ക് മനസ്സിലായത് കേട്ടോ. പണ്ടൊക്കെ 90s കിഡ്സിനൊക്കെ ഈ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന ഒരു സംഭവമാണല്ലേ അക്വേറിയം. നല്ല വലുതും ചെറുതുമായിട്ട് അതിനെ നോക്കിയിട്ടായിരിക്കും മിക്ക കുട്ടികളും ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക. അതിലൊരാളായിരുന്നു ഞാനും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ അക്വേറിയൊക്കെ വന്ന് കണ്ടപ്പോൾ എനിക്ക് അതാണ് ആദ്യം ഓർമ്മ വന്നത്. ഞാൻ അപ്പോൾ തന്നെ അമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മേ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ അക്വേറിയം ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ എന്ന്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടന് ആ അക്വേറിയം ഒരു സെറ്റപ്പ് വീട്ടിലും സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുമാത്രമല്ല എനിക്ക് അമ്മ 2-3 ഫ്ലവർ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ജാസ്മിനും റോസൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇന്നിപ്പോൾ മേടിക്കാൻ വന്ന് റോസാണ്. അങ്ങനെ എനിക്ക് 3 തൈ റോസും മേടിച്ച് തന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയായി കേട്ടോ. അവിടുന്ന് കുറച്ച് വളവും മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചെടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വേഗം വീട്ടിൽ പോവാണ്. 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഫിഷിനെ ടാങ്കിലോട്ട് മാറ്റണം. കുറച്ച് പണികളൊക്കെ ഉണ്ട്. വേഗം വീട്ടിൽ പോയിട്ട് കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ വേഗം പോയി. ഉണ്ണിക്കുട്ടൻ ഭയങ്കര ത്രില്ലിലാണ്. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എത്തി. എല്ലാ അറേഞ്ച്മെന്റ്സിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി വ്ലോഗ് ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.